അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചരിത്രത്തിൽ എക്കാലത്തും വാഴ്ത്തപ്പെടുകയും ആദരിക്കപ്പെടുകയും അനുധാവനം ചെയ്യപ്പെടുകയും ചെയ്ത മഹത് വ്യക്തിത്വം, സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, സമാധാനത്തിൻ്റെ സത്യസന്ദേശം ജീവിതം കൊണ്ട് തെളിയിച്ചു കാട്ടിയ മാതൃകാ പുരുഷൻ, ഏവരാലും ആദരിക്കപ്പെടുകയും എന്നാൽ ഒരിക്കൽ പോലും ആരാധിക്കപ്പെടുകയും ചെയ്യാത്ത ദൈവദൂതൻ, മനുഷ്യ സമൂഹത്തിന് മാർഗദർശനമേകാൻ പ്രപഞ്ചനാഥനാൽ നിയുക്തനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാപ്രവാചകന്റെ ജനനം മുതൽ മരണം വരെയുള്ള സുപ്രധാന സംഭവങ്ങളിലൂടെയുള്ള ഒരു ചെറു യാത്രയാണ് ഈ വീഡിയോ. മക്കയിലെ പ്രസിദ്ധമായ ഖുറൈശി ഗോത്രത്തിൽ ബനു ഹാഷിം കുടുംബത്തിൽ അബ്ദുൽ മുത്തലിബിന് ഹാഷിം എന്ന ഷൈബയുടെയും ഫാത്തിമ ബിന്ത് അമ്രിൻ്റെയും മകൻ അബ്ദുള്ളയുടെയും, ഖുറൈശി ഗോത്രത്തിലെ ബനു സുഹ്റ കുടുംബത്തിൽ വഹാബിബിന് അബ്ദുൽ മനാഫിൻ്റെയും ബർറ ബിന്ത് അബ്ദുൽ ഉസ്സയുടെയും മകൾ ആമിനയുടെയും മകനായി ലോകത്തിൻ്റെ കാരുണ്യദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനിച്ചു. പിറന്നു വീഴും മുമ്പ് തന്നെ പിതാവ് നഷ്ടപ്പെട്ട പ്രവാചകന് 6 വയസ്സ് പ്രായമെത്തിയപ്പോഴേക്കും തൻ്റെ മാതാവും ആമിന ബീവിയും മരണമടഞ്ഞു. അനാഥനായ പ്രവാചകന്റെ ബാല്യം പിന്നീട് പിതാമഹനായ അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെയായിരുന്നു. അധികനാൾ കഴിഞ്ഞില്ല, പ്രവാചകന്റെ 8ാമത്തെ വയസ്സിൽ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബും വേർപിരിഞ്ഞു. പക്ഷേ മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ചെറുമകന്റെ സംരക്ഷണ ചുമതല മകൻ അബൂ താലിബിനെ ഏൽപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം വിടചൊല്ലിയത്. സ്നേഹസമ്പന്നനായ തൻ്റെ പിതൃവ്യന്റെ സംരക്ഷണത്തിൽ പ്രവാചകൻ വളർന്നു. ആടുമേച്ച് നടന്ന ബാല്യം, കച്ചവടക്കാരനായി കാലം കഴിച്ച യൗവനം, അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. പ്രവാചകന് വയസ്സ് 25 ആയി. ബുദ്ധിമതിയും കുലീനയുമായ കുവൈലിദിൻ്റെ മകൾ ഖദീജയുമായി പ്രവാചകന്റെ വിവാഹം നടന്നു. ജീവിതത്തിലെ വിശ്വസ്തതയും ഉന്നത സ്വഭാവ ഗുണങ്ങളും ജനങ്ങളിൽ അദ്ദേഹത്തെ പ്രിയങ്കരനാക്കി. അവർ അദ്ദേഹത്തെ അൽ അമീൻ അഥവാ വിശ്വസ്തൻ എന്ന് പേര് വിളിക്കുകയും ചെയ്തു. പ്രവാചകന്റെ 35ാം വയസ്സ് മറ്റൊരു സുപ്രധാന സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനായി നിർമ്മിക്കപ്പെട്ട ആദ്യ ഭവനം, പരിശുദ്ധ കഅബാലയം, കാലപ്പഴക്കത്തിൻ്റെ ദുർബലതയും വെള്ളപ്പൊക്കം മൂലമുണ്ടായ കേടുപാടുകളും പരിഹരിക്കുവാനായി ഖുറൈശി ഗോത്രത്തിൻ്റെ നേതൃത്വത്തിൽ പരിശുദ്ധ കഅബാലയത്തിൻ്റെ പുനർനിർമ്മാണം നടക്കുകയാണ്. അതിനിടയിൽ ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് സ്ഥാപിക്കുന്നതിനായുള്ള അവകാശവാദം പ്രമുഖ ഗോത്രങ്ങൾക്കിടയിൽ ശക്തമായ തർക്കത്തിന് കാരണമായി. അവസാനം അവർക്കിടയിൽ ഏറ്റവും പ്രിയങ്കരനും ആദരണീയനുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ കർമ്മനിർവഹണം ഏൽപ്പിക്കുകയും പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്തു. അന്ധവിശ്വാസങ്ങളും മറ്റു പലവിധ തിന്മകളും സമൂഹത്തിൽ നിറഞ്ഞാടിയപ്പോഴും അതിൽ നിന്നെല്ലാം അകന്നു നിന്നും എന്നാൽ നന്മകളിൽ അവരോടൊപ്പം സഹകരിച്ചും പൂർണ്ണമായ ഉൾക്കാഴ്ചയോടെ പ്രവാചകൻ ജീവിച്ചു. പലപ്പോഴും ഏകാന്തതയിലിരുന്ന് ധ്യാനിക്കുക പ്രവാചകന്റെ സ്വഭാവമായിരുന്നു. കാലങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം ജബലനൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹയിൽ ധ്യാനിച്ചിരിക്കവേ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ദിവ്യ സന്ദേശവുമായി ജിബ്രീൽ എന്ന മലക്ക് അദ്ദേഹത്തിന് അരികിൽ ഇറങ്ങി വന്നു. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക. മനുഷ്യരാശിക്ക് മാർഗദർശനം നൽകുവാനായി പ്രപഞ്ചനാഥൻ അദ്ദേഹത്തെ പ്രവാചകനായി തിരഞ്ഞെടുക്കുകയായിരുന്നു. അന്ന് പ്രവാചകന് 40 വയസ്സ് പ്രായം. പ്രവാചകത്തിനു ശേഷമുള്ള 3 വർഷം ഈ സത്യസന്ദേശത്തിൻ്റെ രഹസ്യ കൈമാറ്റമായിരുന്നു. 4ാം വർഷത്തിൽ അള്ളാഹുവിൽ നിന്ന് മറ്റൊരു കൽപ്പന ലഭിച്ചു. വഅൻദിർ അശീറത്തക്കൽ അക്രബീൻ, നീ നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകുക. ഈ കൽപ്പന പ്രകാരം പ്രവാചകൻ പരസ്യമായി ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. സഫാ കുന്നിൻ്റെ താഴ്വരയിൽ അവിടെയുള്ള ഗോത്രങ്ങളെയെല്ലാം വിളിച്ചു വരുത്തി അവരോടായി പ്രവാചകൻ ഇങ്ങനെ പ്രഖ്യാപിച്ചു: ഞാൻ നിങ്ങളിലേക്കുള്ള ദൈവദൂതനാകുന്നു. ഈ ലോക ജീവിതത്തിനപ്പുറം രക്ഷാശിക്ഷകളുടെ മറ്റൊരു ലോകമുണ്ട്. അവിടേക്ക് വേണ്ടി ഓരോരുത്തരും അവരവരെ സംരക്ഷിച്ചു കൊള്ളുക. അതോടുകൂടി അതുവരെ തന്നെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ജനങ്ങൾ തൻ്റെ കടുത്ത ശത്രുക്കളായി മാറി. സത്യസന്ദേശത്തിന്റെ കൈമാറ്റത്തിലൂടെ ചിലർ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഇതാകട്ടെ മക്കയിലെ പ്രമുഖന്മാരെ പ്രകോപിതരാക്കി.
അവർ വിശ്വാസികൾക്കെതിരെ കടുത്ത അക്രമം അഴിച്ചുവിട്ടു. പ്രവാചകനെ അവർക്ക് വധിക്കാൻ വിട്ടുകൊടുക്കുന്നതുവരെ അവർ ബനു ഹാഷിം മുത്തലിബ് കുടുംബത്തിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചു. അതോടെ ശഅബ് അബി താലിബ് താഴ്വരയിൽ വിശപ്പടക്കാൻ പച്ചിലകൾ പോലും ഭക്ഷിച്ചുകൊണ്ട് 3 വർഷത്തോളം പ്രവാചകനും കുടുംബത്തിനും അനുചരന്മാർക്കും കഴിഞ്ഞുകൂടേണ്ടി വന്നു. പ്രബോധന മേഖലയിൽ പരീക്ഷണങ്ങളുടെ 10ാം വർഷം പിന്നിട്ടു. പ്രവാചകന് വേദനാജനകമായ 2 നഷ്ടങ്ങൾ സംഭവിച്ച വർഷമായിരുന്നു അത്. ശത്രുക്കളിൽ നിന്നും തനിക്ക് സർവ്വ സംരക്ഷണം നൽകിയ പിതൃവ്യൻ അബൂ താലിബിൻ്റെയും 1/4 നൂറ്റാണ്ടുകാലം തന്നോടൊപ്പം ജീവിതം പങ്കുവെക്കുകയും തുടക്കം മുതൽ തന്നെ കൂടെ നിന്ന് ശത്രുക്കളുടെ എല്ലാവിധ പീഡനങ്ങളിലും തനിക്ക് ആശ്വാസവും ധൈര്യവും പകർന്നു നൽകുകയും തൻ്റെ 6 സന്താനങ്ങളുടെ മാതാവും കൂടിയായ പ്രിയപത്നി ഖദീജ ബീവിയുടെയും വേർപാട്, ഇത് പ്രവാചകന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രം ആ വർഷത്തെ ദുഃഖവർഷമെന്ന് രേഖപ്പെടുത്തി. അന്ന് പ്രവാചകന് 50 വയസ്സായിരുന്നു പ്രായം. അബൂ താലിബിന്റെ മരണത്തോടെ പ്രവാചകന് നേരെയുള്ള ശത്രുക്കളുടെ ആക്രമം വർദ്ധിച്ചു. നിലനിൽപ്പ് ഭീഷണിയായതോടെ തന്റെ ദൗത്യ നിർവഹണവുമായി പ്രവാചകൻ മക്കയുടെ സമീപ പ്രദേശമായ ത്വായിഫിലേക്ക് പുറപ്പെട്ടു. വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ആ യാത്ര. പക്ഷേ അവിടെയും പ്രവാചകൻ പീഡിപ്പിക്കപ്പെട്ടു. 10 ദിവസങ്ങൾക്ക് ശേഷം ദുഃഖത്തിന് മേൽ ദുഃഖവുമായി പ്രവാചകൻ മക്കയിലേക്ക് തന്നെ മടങ്ങി. ഒരു ഭാഗത്ത് മർദ്ദനങ്ങളുടെ പ്രയാസം അനുഭവിക്കുമ്പോഴും മറുഭാഗത്ത് പ്രബോധനത്തിന്റെ പ്രകാശകിരണങ്ങൾ അല്പാൽപമായി പരന്നുകൊണ്ടിരുന്നു. ആ ഘട്ടത്തിലാണ് തീർത്തും അമാനുഷികവും പ്രവാചക ജീവിതത്തിലെ അത്ഭുതകരവുമായ ആ സംഭവം നടന്നത്. ഇസ്റാ വൽ മെഹ്റാജ്. അള്ളാഹു തന്റെ ദൂതനെ മലക്ക് ജിബ്രീലും ഒന്നിച്ച് മക്കയിൽ നിന്നും അങ്ങകലെയുള്ള ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയ ഇസ്റാ എന്ന അത്ഭുത യാത്ര. അവിടെ നിന്നും മുൻകഴിഞ്ഞ പ്രവാചകന്മാരും ഒന്നിച്ചുള്ള നമസ്കാരം മറ്റൊരു അത്ഭുതമായിരുന്നു. തീർന്നില്ല. അന്ന് തന്നെ 7 ആകാശങ്ങളും താണ്ടിയുള്ള മെഹ്റാജ് എന്ന മറ്റൊരു അത്ഭുത യാത്ര. ഓരോ ആകാശ കവാടങ്ങളിലും ആദം, ഇബ്രാഹിം, മൂസ, ഈസ തുടങ്ങിയ പ്രമുഖരായ പ്രവാചകന്മാർ സലാം ഓതിക്കൊണ്ട് അവരെ സ്വാഗതം ചെയ്തു. അത്ഭുതകരമായ പല കാഴ്ചകളും ദർശിച്ചുകൊണ്ടുള്ള ആ യാത്ര അവസാനം പ്രതാപിയും പ്രപഞ്ച സൃഷ്ടാവുമായ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ചെന്ന് അവസാനിച്ചു. അന്ന് അവിടെ വെച്ചാണ് ആരാധനകളിൽ അതിപ്രധാനമായ 5 നേരത്തെ നമസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയത്. പ്രവാചകത്വത്തിന്റെ 12ാം വർഷം മദീനയിൽ നിന്നും ഹജ്ജിന് വന്ന ചിലർ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുകയും മിനായിലെ അക്കബയിൽ വെച്ച് പ്രവാചകനോട് ഉടമ്പടി ചെയ്യുകയും ചെയ്തു. ഇതാണ് 1ാം അക്കബ ഉടമ്പടി. തങ്ങളുടെ നാട്ടിൽ തിരിച്ചെത്തിയ ഇവർ അല്പാൽപമായി ഈ സത്യസന്ദേശം മറ്റുള്ളവരിലേക്ക് കൈമാറി. അടുത്ത വർഷം മദീനയിൽ നിന്നും ഹജ്ജ് നിർവഹിക്കുവാൻ വന്നവരിൽ 73 പുരുഷന്മാരും 2 വനിതകളും മുസ്ലിങ്ങൾ ആയിരുന്നു. മക്കയിലെ പരീക്ഷണങ്ങളിൽ നിന്നും പ്രവാചകനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി മദീനയിൽ അഭയം കൊടുക്കുവാൻ അവർ കൊതിച്ചു. അവസാനം ദുൽഹജ്ജ് 12-ന് ഈ കാര്യത്തിൽ അക്കബയിൽ വെച്ച് തന്നെ അവർ പ്രവാചകനുമായി ഉടമ്പടി ചെയ്തു. സ്നേഹവും സമർപ്പണവും ധീരതയും ഒരുമിച്ച് സംഗമിച്ച ഉന്നതമായ ഉടമ്പടി, 2ാം അക്കബ ഉടമ്പടി. ഇത് പ്രവാചകന്റെ 53ാമത്തെ വയസ്സിലായിരുന്നു. ശത്രുക്കളുടെ പീഡനത്താൽ വിശ്വാസികൾക്ക് മക്കയിലെ ജീവിതം ദുഷ്കരമായി. പ്രവാചകനെ വധിക്കുവാനുള്ള ഗൂഢതന്ത്രങ്ങൾക്ക് പോലും തീരുമാനമായി കഴിഞ്ഞു. ഇസ്ലാമിന്റെ പ്രചരണത്തിനും വിശ്വാസികളുടെ സുരക്ഷയ്ക്കും മറ്റൊരിടം അനിവാര്യമായി. അങ്ങനെ ചരിത്രപ്രധാനമായ മദീന പലായനത്തിന് അള്ളാഹുവിന്റെ കൽപ്പന വന്നു. സ്വന്തം കുടുംബവും സമ്പത്തുകളും എല്ലാം ത്യജിച്ചുകൊണ്ടുള്ള വേദനാ നിർഭരമായ യാത്ര. ജന്മനാടായ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനം. പ്രവാചകത്വത്തിന്റെ 14ാം വർഷം റബീഉൽ അവൽ മാസം വെള്ളിയാഴ്ച നബി തിരുമേനി മദീനയിൽ പ്രവേശിച്ചു. മദീനാവാസികളുടെ ചരിത്രത്തിലെ അനർഘ നിമിഷങ്ങൾ. വീടുകളും തെരുവീഥികളും തക്ബീറുകൾ കൊണ്ട് ആഹ്ലാദം ഉയർത്തി. വിശ്വാസികൾ തങ്ങളുടെ നാടും വീടും വിട്ടെറിഞ്ഞു പോയിട്ടും മക്ക മുശ്രിക്കുകൾ അടങ്ങിയിരുന്നില്ല. അവർ വിശ്വാസികൾക്ക് നേരെ യുദ്ധമൊരുക്കി. അബൂജഹലിന്റെ നേതൃത്വത്തിൽ യുദ്ധസജ്ജരായി വന്ന മക്ക മുശ്രിക്കുകളുമായി 313ഓളം വരുന്ന മുസ്ലിം സൈന്യം നടത്തിയ വീറുറ്റ പോരാട്ടമായിരുന്നു ബദർ യുദ്ധം. സത്യവും അസത്യവും തമ്മിലുള്ള യുദ്ധം. ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം. അവിടെ സത്യം വിജയിക്കുകയും അസത്യം പരാജയപ്പെടുകയും ചെയ്തു. ബദറിലെ പരാജയത്തിന് പ്രതികാരം വീട്ടാൻ ഉഹുദിലേക്ക് പുറപ്പെട്ട മുശ്രിക്കുകളും മുസ്ലിം സൈന്യവും തമ്മിൽ നടന്ന ഉജ്ജ്വല പോരാട്ടമായിരുന്നു ഉഹുദ് യുദ്ധം. മുസ്ലിങ്ങൾക്ക് പല വിധത്തിലുള്ള പരീക്ഷണങ്ങളും നേരിട്ട ഉഹുദ് യുദ്ധം. ഇത് നടന്നത് ഹിജ്റ 3ാം വർഷമായിരുന്നു. ഹിജ്റ 6ാം വർഷം പ്രവാചകനും 1400ഓളം അനുയായികളും ഉംറ നിർവഹിക്കുവാനായി മദീനയിൽ നിന്നും മക്കയിലേക്ക് പുറപ്പെട്ടു. ഈ വിവരമറിഞ്ഞ് മക്കയിലെ ഖുറൈശികൾ
അവരെ തടയുവാൻ തീരുമാനിച്ചതോടെ വീണ്ടും അവിടെ ഒരു യുദ്ധാന്തരീക്ഷം രൂപപ്പെട്ടുവെങ്കിലും അതൊരു സമാധാന സന്ധിയിലേക്ക് വഴിമാറുകയായിരുന്നു. 10 വർഷത്തോളം ഇരു വിഭാഗവും തമ്മിൽ യാതൊരുവിധ യുദ്ധമോ ഏറ്റുമുട്ടലുകളോ പാടില്ല, അഥവാ ജനങ്ങളെ പേടിയില്ലാതെ ജീവിക്കാൻ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കരാർ. ഹുദൈബിയയിൽ വെച്ച് നടന്ന ഈ സമാധാന സന്ധിയിലെ വ്യവസ്ഥകൾ മക്ക മുശ്രിക്കുകൾ ലംഘിച്ചു. അതിനെ തുടർന്ന് മക്കക്കാർക്കെതിരെ ഒരു സൈനിക മുന്നേറ്റം നടത്താൻ മുസ്ലിങ്ങൾ തീരുമാനിച്ചു. 10,000-ഓളം വരുന്ന യോദ്ധാക്കളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രവേശിക്കുകയും മക്ക വിശ്വാസികൾക്ക് കീഴിലാവുകയും ചെയ്തു. മക്ക വിജയത്തിൽ നടന്നത് മക്കയിന് നാട് പിടിച്ചടക്കൽ ആയിരുന്നില്ല, മറിച്ച് മക്കക്കാരുടെ ഹൃദയം കീഴടക്കലായിരുന്നു. തന്മൂലം ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ഒഴുകി തുടങ്ങി. ഹിജറ വർഷം 8 മഹത്തായ ഈ വിജയം നടന്നത്. പ്രവാചകന്റെ നിയോഗലക്ഷ്യം പൂർത്തീകരിക്കുകയായി. സത്യസന്ദേശത്തിന്റെ പ്രകാശകിരണങ്ങൾ ഓരോ പ്രദേശങ്ങളിൽ വെളിച്ചം പരത്തിക്കൊണ്ടിരുന്നു. പ്രവാചകൻ തന്റെ പരിശുദ്ധ ഹജ്ജ് കർമ്മം വിളംബരം ചെയ്തു. നാനാ ദിക്കുകളിൽ നിന്നും ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഹജ്ജ് നിർവഹിക്കുവാനായി പരിശുദ്ധ മക്കയിലേക്ക് ഒഴുകിയെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് അറഫാ ദിനത്തിൽ വെച്ച് നടത്തിയ സാരസമ്പൂർണമായ പ്രഭാഷണം ഇന്നും ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്നതാണ്. ഉച്ചനീചത്വങ്ങളുടെ വേരറുത്തുകൊണ്ടും ഏകദൈവാരാധനയുടെ പ്രാധാന്യവും സാമൂഹിക മൂല്യങ്ങളുടെ നിലനിൽപ്പിന്റെ അനിവാര്യതയും സ്ത്രീ സമൂഹത്തിന്റെ അവകാശ സംരക്ഷണങ്ങളും അടക്കം ഒട്ടനവധി പ്രഖ്യാപനങ്ങളാൽ നിറഞ്ഞിരുന്ന പ്രവാചകന്റെ അവിസ്മരണീയമായ ആ അറഫ പ്രഭാഷണം എന്നും ഉയർന്നു കേൾക്കാൻ ഏവരും ആഗ്രഹിക്കുന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമാക്കുകയും ചെയ്തിരിക്കുന്നു. ദീനായി ഇസ്ലാമിനെ നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. സുദീർഘമായ 23 വർഷത്തെ പരീക്ഷണങ്ങൾ താണ്ടിയുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ മാർഗരേഖയാൽ വാർത്തെടുത്ത ഒരു സുന്ദര സമൂഹത്തെ പ്രവാചകൻ കൺകുളിർക്കെ കണ്ടു. ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ ജീവിതത്തിന്റെ സൂക്ഷ്മാംശങ്ങൾ പോലും സമഗ്രമായി രേഖപ്പെടുത്തപ്പെട്ട അതുല്യ വ്യക്തിത്വം ജനകോടികളാൽ എന്നും പിൻപറ്റപ്പെടുകയും സ്വന്തം മാതാപിതാക്കളെക്കാളും ഇണകളെക്കാളും മക്കളെക്കാളും എന്തിനേറെ സ്വന്തം ജീവനേക്കാളേറെ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന മാതൃകാ നേതാവ്. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീതിമാനായ ഭരണാധികാരിയായി, മാതൃകായോഗ്യനായ ജനനായകനായി, സ്നേഹസമ്പന്നനായ കുടുംബനാഥനായി, ലോകജനതയുടെ മാർഗദർശിയായി ചരിത്രം കുറിച്ചുവെച്ച കാരുണ്യത്തിന്റെ ദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അജ്ഞതയുടെ ഇരുളുകളിൽ നിന്ന് ഒരു ജനതയെ ലോകത്തിന് മാതൃകയാക്കി വളർത്തുകയും വരും തലമുറകൾക്ക് ആകമാനം സൽപാത തെളിയിക്കുകയും ചെയ്ത ആ പുണ്യപ്രവാചകന്റെ അന്ത്യനിമിഷം അടുക്കുകയായി. ആ തിരുനാവിൽ സത്യവചനം മന്ത്രിച്ചു. അല്ലാഹുമ്മ ഫീ റഫീഖിൽ അഅല. ഉന്നതനായ കൂട്ടുകാരന്റെ അരികിലേക്ക് എന്നുരുവിട്ടുകൊണ്ട് പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ ആ മിഴികൾ പതിയെ അടഞ്ഞു. ലോകത്തിന് കാരുണ്യമായി അയക്കപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 63-ാം വയസ്സിൽ ഹിജറ 11-ാം വർഷം റബീഉൽ അവ്വൽ തിങ്കളാഴ്ച ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ മിഴികൾ എന്നേക്കുമായി അടഞ്ഞു. ലോകത്തിന് വെളിച്ചമായിരുന്ന പ്രവാചകൻ വിട പറഞ്ഞു എന്ന വാർത്ത കാട്ടുതീ പോലെ മദീനയിൽ പടർന്നു. ആർക്കും അത് വിശ്വസിക്കാനായില്ല. സ്നേഹനിധിയായ പ്രവാചകന്റെ വിയോഗം ആ ഹൃദയങ്ങളെ തകർത്തു കളഞ്ഞു. ധീരനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വാൾ ഊരിപ്പിടിച്ച് വിങ്ങി പൊട്ടിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ആരെങ്കിലും പ്രവാചകൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ തലയെറുക്കും. അത്രമേൽ ആ വിയോഗം അദ്ദേഹത്തെ തളർത്തിയിരുന്നു. എന്നാൽ ഈ സമയം ജനങ്ങളെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് ശാന്തനായി കടന്നു വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. തളർന്നുപോയ ഉമർ റളിയല്ലാഹുവിനെ ചേർത്ത് പിടിച്ച് വിറയ്ക്കുന്ന ശബ്ദത്തോടെ അദ്ദേഹം ജനങ്ങളോടായി പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അറിഞ്ഞുകൊള്ളുക, അള്ളാഹു എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല. ഈ വാക്കുകൾ കേട്ടപ്പോഴാണ് പ്രവാചകൻ ഇനി തങ്ങൾക്കിടയിലില്ല എന്ന യാഥാർത്ഥ്യം ആ അനുചരന്മാർ ഉൾക്കൊണ്ടത്. മദീനയുടെ തെരുവുകൾ തേങ്ങലുകൾ കൊണ്ട് നിറഞ്ഞു. പ്രവാചകന്റെ പ്രിയപ്പെട്ട ബാങ്ക് വിളിക്കാരൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ആ വിയോഗം താങ്ങാനായില്ല. പ്രവാചകനില്ലാത്ത മദീനയിൽ ഇനി തനിക്ക് ബാങ്ക് വിളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് അദ്ദേഹം മദീന വിട്ടുപോയി. മദീനയിലെ ഓരോ മണൽത്തരിയും അന്ന് പ്രിയദൂതന്റെ വേർപാടിൽ വിതുമ്പുകയായിരുന്നു. അദ്ദേഹം പഠിപ്പിച്ച ആദർശങ്ങൾക്കും പകർന്നു തന്ന മാതൃകകൾക്കും മരണമില്ല.
ആ പുണ്യപ്രവാചകന്റെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും എന്നും വർഷിക്കുമാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. പ്രവാചകന്റെ ജീവിതത്തിലെ ഈ മാതൃകകൾ നമ്മുടെ ജീവിതത്തിലും പകർത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.